ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ ധൃതിയിൽ ജോലികളൊക്കെ ഒതുക്കുവാണ്. ഇന്ന് ഷാക്കുവിൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണം. സ്കൂളിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം അവിടെ വരെ പോകണം. അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. ചോറും കറികളൊക്കെ ആക്കി വെച്ചിട്ടങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വരുമ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ജോലി ചെയ്യാനൊക്കെ പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം ആക്കി വെച്ചിട്ടങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും തന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ജോലികളൊക്കെ ചെയ്യാനൊരു ചെറിയ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എവിടെയെങ്കിലും പോകുന്ന ദിവസങ്ങളിൽ രാവിലെ തന്നെ ജോലികളൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ കഴുകാൻ വേണ്ടി. അതെല്ലാം ഒന്ന് കഴുകി വെക്കുവാണ് ഞാൻ കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഷാക്കു ഉറക്കണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഞാൻ സർപ്രൈസായിട്ടൊരു കാര്യം കാണിച്ചു കൊടുത്തു. അവനത് കണ്ട് ഭയങ്കര സന്തോഷമായി. വേറൊന്നുമല്ല, നമ്മുടെ ചക്കി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ എപ്പോഴും ആണ്. 3 മക്കളാണ് കേട്ടോ. 3 കുഞ്ഞുങ്ങളുണ്ട്. അവരുമായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുവാണ്. കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അവന് വലിയ സന്തോഷമായി. അപ്പോഴത്തേക്കിന് ചോറിന് വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അരിയൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പവും പിന്നെ ചിക്കൻ കറിയാണ്. തലേ ദിവസം ഞാൻ രാത്രിയിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ചൂടാക്കി അതുമായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചിക്കൻ കറിയും കൂടെ അങ്ങ് ചൂടാക്കാൻ വെച്ച് അങ്ങനെ കറിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാക്കുവിന് ഫുഡ് ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ ഫുഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോന് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അത്ര നന്നായിട്ടൊന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഉമ്മിച്ചായ ഏൽപ്പിച്ച് തലേ ദിവസം തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഉമ്മിച്ചായ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രാവിലെ തന്നെ എനിക്ക് ഉമ്മിച്ച ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി തന്നു. ഞാനൊരു പാത്രത്തിലോട്ട് അതൊക്കെ അടുക്കി വെച്ച് കൊടുക്കുവാണ് അവന് കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ കൊണ്ടുചെല്ലുന്ന പാത്രത്തിന് പുറത്ത് അവരുടെ പേര് എഴുതി കൊടുക്കണമെന്ന്. എന്തായാലും മോൻ്റെ ഒരു പേരെഴുതിയ സ്റ്റിക്കർ ഞാൻ അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവന് അതൊക്കെ ആയിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. പിന്നെ 11:30 ആകുമ്പോൾ നമ്മൾ പേരൻസും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷാക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇളയാളെ ഒരുക്കി അംഗനവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അവനെയും കൊണ്ട് വിട്ടിട്ട് ഞാൻ വന്നു. പിന്നെ തലേ ദിവസം ഇക്ക കുറച്ച് ഡബിളോളിക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് ഉപ്പിലിടുവാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഡബിളോളിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. വേറെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇതിന് വേറെ പേരാണ് പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഡബിളോളിക്കൊക്കെ കഴുകി ഒരു ഭരണിയിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കാന്താരിമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് അധികം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ. അന്നേരം ആ ഉപ്പും മുളകും ഒക്കെ എല്ലായിടത്തും എത്തും. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. അപ്പോഴതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഒതുക്കുകയാണ്. വീടിനകം എല്ലാം പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വർക്ക് ഏരിയയും കൂടെ ഒന്ന് തൂത്ത് വാരുവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡിയാകും. പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വേഗം തന്നെ റെഡിയായി ഞാൻ. അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിലെത്തിയപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിരുന്നു. ഉദ്ഘാടനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ മോനെ കണ്ട് അവനായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അവൻ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത്തിരി നേരം നിന്നിട്ട് അവന് അങ്ങ് കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊക്കെ പോയി. പിന്നെ അവിടെ ചെന്നപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് കുടിക്കാനൊക്കെ തണുത്ത നല്ല വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് പിന്നെ കേക്ക് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാവർക്കും ഓരോ പീസ് കേക്കൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ കൊണ്ടുവന്ന ഫുഡെല്ലാം അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കയറി കാണാൻ പറ്റിയ രീതിയിൽ തന്നെ.
വെറൈറ്റി ഫുഡുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പേരറിയുന്നതും പേരറിയാത്തതും കഴിച്ചിട്ടുള്ളതും കഴിച്ചിട്ടില്ലാത്തതും ഒക്കെ ഉള്ള കുറേ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.
താങ്ക് യു ഫോർ വാച്ചിങ്.